ഗൈസ്, ഈ വരുന്ന മുതൽ, അതായത് മാരുതി സുസുക്കി ജിംനി നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേരെ. അപ്പോൾ ഗ്ലോബലി സുസുക്കിയുടെ ഏറ്റവും വലിയ ബെസ്റ്റ് സെല്ലേഴ്സിൽ ഒന്നായിട്ടുള്ള ജിംനി ഇന്ത്യയിലേക്ക് അവർ വളരെ പ്രതീക്ഷകളോടെയാണ് എത്തിച്ചത്. ഗ്ലോബലി നല്ല മാർക്കറ്റുള്ള ഇവൻ്റെ 3 ഡോർ വേരിയൻറ്റിനെ പറ്റി നിങ്ങൾക്കറിയായിരിക്കും. പക്ഷേ ഇന്ത്യയിലേക്ക് വന്നപ്പം അത് മാരുതി സുസുക്കി ആയിട്ട് മാറുകയും അങ്ങനെ 5 ഡോർ വേർഷൻ ഇന്ത്യയിലേക്ക് വരികയും ചെയ്തു. ഇന്ത്യക്കാരുടെ മനസ്സറിഞ്ഞിട്ടാവും അങ്ങനെ ചെയ്തത്. പക്ഷെ അങ്ങനെയൊക്കെ അവർ മാർക്കറ്റിൽ എത്തിച്ചിട്ടും ഈ കാണുന്നൊരു മുതൽ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ജിംനി അത്ര അധികം ഹിറ്റായില്ല. പ്രത്യേകിച്ച് ജിംനിയുടെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഏകദേശം 18-19 ലക്ഷത്തിനോട് അടുപ്പിച്ച് വില വരികയും, എന്നാൽ ആ ഒരു വിലയ്ക്ക് ഇത്രയും മസ്കുലർ ആയിട്ടുള്ള താറ് കിട്ടുമ്പോൾ നമ്മൾ എന്തിനാണ് ജിംനിയിലേക്ക് പോകുന്നത് പല ആളുകളും ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു റിയൽ എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വാഹനത്തെക്കുറിച്ച് അറിയാവുന്ന, ഓഫ് റോഡ് പേർപ്പസിനുള്ള വാഹനത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ഈ ഒരു വാഹനം പ്രതീക്ഷിച്ച പോലെ തന്നെ വാങ്ങുകയും അവർ അവരുടെ കളക്ഷനിൽ ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിലയിലാണ് ശരിക്കും ജിംനി ധാരമായിട്ട് ഒരു കമ്പാരിസൺ വരുന്നത്. അല്ലാതെ ഒരിക്കലും നമുക്ക് ഈ രണ്ട് വാഹനങ്ങളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആ രണ്ട് വാഹനങ്ങളും അവരുടേതായിട്ടുള്ള രീതിക്ക് കാപ്പബിൾ ആണ്, അവരുടേതായിട്ടുള്ള രീതിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നതാണ്. ഇവിടെ ഗ്ലോബലിയുള്ള ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽസും അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് ഒന്നും കുറേയധികം ആളുകൾക്കും അറിയാതെ പോവുകയും, പക്ഷേ ഥാറിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആ ഒരു മസ്കുലർ ലുക്ക്, അതുപോലെ തന്നെ ടർബോ ചാർജർ എൻജിൻസ്, അതുപോലെ മഹീന്ദ്രയുടെ ഒരു ലെഗസി, ഇതൊക്കെ വെച്ചിട്ട് ഥാറിന് ഒരു മേൽക്കൈ കിട്ടുകയും ചെയ്തു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണ്ട ആളുകളുടെ കയ്യിൽ ഇപ്പോഴും ജിംനി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ കമ്പാരിസണും കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു റിയൽ ഡീപ്പ് കാർ ലവറിനെ സംബന്ധിച്ചിടത്തോളം ജിംനി ഒരു കളക്റ്റബിൾ മെറ്റീരിയലാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇത് വളരെ ചെറിയ, വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ആ ഒരു പഴയ K15B എഞ്ചിനാണ്, വളരെ മെയിൻ്റനൻസ് ഫ്രീ ആണ്. അതുപോലെ തന്നെ നമുക്ക് ലൈഫ് ലോങ് കീപ്പ് ചെയ്യാനായിട്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. എല്ലായിടത്തും പാർട്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. 1500cc പെട്രോൾ എഞ്ചിനാണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ ആ ഒരു 4 സ്പീഡ് ടോക്കൺ കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് എങ്കിൽ പോലും, ഈ ഒരു ചെറിയ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ പർപ്പസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗിയർ ബോക്സ് എഞ്ചിൻ കോംബോ അത്യാവശ്യം നല്ലത് തന്നെയാണ്. അപ്പോൾ എത്ര മികച്ച വാഹനമാണെങ്കിലും അതിൻ്റെ പ്രൈസിങ് നല്ലതല്ലെങ്കിൽ അതിനെ കൊല്ലും എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് മാരുതി സുസുക്കി ജിംനി എന്ന് പറയുന്നത്. മാരുതി എന്നെങ്കിലും അവരുടെ ഗ്ലോബൽ പ്രോഡക്റ്റ് ഇന്ത്യയിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വൻ ഫെയിലിയർ ആയിട്ടുള്ളതാണ് ഹിസ്റ്ററി. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേരെ. അതുപോലെ വൺസ് അഗെയിൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേരെ.